ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഇതുവരെയുള്ള യാത്രകളുടെ ഒരു അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. കാരണം നമുക്കൊരു 2-3 ദിവസത്തേക്ക് ട്രാവലിംഗ് വീണ്ടും ബ്രേക്ക് ആയിരിക്കും. എനിക്കിപ്പോൾ 1-ാം തീയതിയാണ് കുംഭം 1. അപ്പോൾ ക്ഷേത്രത്തിലെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരേണ്ടി വന്നു. അതുകൂടാതെ തന്നെ കുറച്ച് പൂജകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്ക്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല, എനിക്ക് ഇപ്പോൾ ചെങ്ങന്നൂർ വരെ പോകണം. അടുത്ത ദിവസം ചെങ്ങന്നൂർ, തൃശ്ശൂർ ഒക്കെ യാത്രയുണ്ട്. 3-4 യാത്രകളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ യാത്രകളെന്ന് പറഞ്ഞാൽ അത് പേഴ്സണൽ യാത്രകളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് യാത്രകളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരുന്ന ആ ഒരു ജേണി, അതായത് എൻഡ്ലെസ് ആയിട്ട് തുടരണമെന്ന് ആഗ്രഹിച്ച ജേണി വീണ്ടും ഒന്നുകൂടി ബ്രേക്കപ്പ് ആവുകയാണ്. അപ്പോൾ എന്തായാലും അത് വലിയ ബ്രേക്ക് ഇല്ല. ഒരു 2 ദിവസം 3 ദിവസത്തേക്ക് കഴിയുമ്പോഴത്തേനും ഞാൻ അതിന് വീണ്ടും പ്രിപ്പയർ ആയി ഇരിക്കുകയാണ്. കാരണം എല്ലാ സ്ഥലങ്ങളും ഒക്കെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. കാരണം കന്യാകുമാരി എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് ശരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു 2-3 എപ്പിസോഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 10 എപ്പിസോഡ് കൊണ്ടോ പോലും തീരുന്ന ഒരു സ്ഥലമല്ല കന്യാകുമാരി എന്ന് പറയുന്നത്. കന്യാകുമാരി ജില്ല തന്നെ എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ മൊത്തത്തിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോപ്പുലർ അൺപോപ്പുലർ ഹിസ്റ്റോറിക്കൽ പിൽഗ്രിമേജസ് ആൻഡ് ടൂറിസ്റ്റ് പ്ലേസസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ കന്യാകുമാരി ജില്ല തന്നെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3 വർഷമെങ്കിലും കുറഞ്ഞെടുക്കും. അത്രത്തോളം കാര്യങ്ങളുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇതുവരെ ചെയ്ത യാത്രകളെക്കുറിച്ച്, അപ്പോൾ ഇപ്പോൾ ഈ ബ്രേക്ക് വന്നതുകൊണ്ട് ഇതുവരെ ചെയ്ത യാത്രകളെക്കുറിച്ച് ഒരു അനാലിസിസ് നടത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ഇപ്പോൾ ചെങ്ങന്നൂർ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ ക്ഷേത്രമുണ്ട്. ശനിയാഴ്ച വീണ്ടും തൃശ്ശൂരിന് പോകണം. അങ്ങനെ 2-3 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനിടയിലുള്ള യാത്രകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും എൻ്റെ യാത്ര. അപ്പോൾ ഇതുവരെയുള്ള യാത്രയുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ കന്യാകുമാരി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ എത്തിയ സമയത്ത് ഫസ്റ്റ് പോയതെന്ന് പറയുന്നത്, നമ്മളൊരു ഹോട്ടൽ റൂം എടുത്ത് താമസിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഉദയം കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5:45 ആയപ്പോഴത്തേനും ഉദയം കാണാൻ വേണ്ടിയിട്ട് എത്തി. പക്ഷേ അത് ഉദയം നമുക്ക് കാണാൻ സാധിച്ചില്ല. ഉദയം പറഞ്ഞാൽ അന്ന് നല്ല ക്ലൗഡി ആയിരുന്നുകൊണ്ട് ഉദയം കാണാൻ സാധിച്ചില്ല. അപ്പോൾ അത് പോട്ടെ, സാരമില്ല. പക്ഷേ നമ്മളവിടെ ചെന്ന സമയത്ത് ധാരാളം ആളുകൾ, അതായത് നമ്മളെപ്പോലെ തന്നെ ഉദയം കാണാൻ പ്രതീക്ഷിച്ച് ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. വൻ ജനപ്രവാഹമാണ്. ആ ഉദയം കാണാൻ നിൽക്കുന്നതിൻ്റെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിശദമായിട്ട് പറഞ്ഞ് അത് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ അതിനെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമതായിട്ട് ഉദയം കണ്ടതിന് ശേഷം ഞാൻ ആദ്യം കുമരിയമ്മൻ ക്ഷേത്രത്തിലേക്കാണ് കയറിയത്. ഈ കുമരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച സമയത്ത്, അല്ലെങ്കിൽ കുമരിയമ്മൻ ക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് ക്യാമറ പ്രവേശിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ പരിസര പ്രദേശങ്ങളൊക്കെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് പറയുന്നത്, ആ കുമരീദേവിയുടെ മുക്കുത്തി കഥകൾ, കിഴക്കേ നട അടഞ്ഞു കിടക്കുന്നതിൻ്റെതായിട്ടുള്ള സംഭവങ്ങൾ, അതായത് മുക്കുത്തിയിലെ തിളക്കം കാരണം പിന്നെ കപ്പലുകൾ പാറക്കെട്ടുകളിൽ, അതായത് ദീപസ്തംഭമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കപ്പലുകൾ കരയോട് അടുപ്പിക്കുകയും അത് പാറക്കെട്ടുകളിൽ വന്ന് ഇടിച്ച് തകരാനിടയാകുകയും അങ്ങനെ അത് തനിയെ അടഞ്ഞു പോവുകയും ചെയ്തു എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങൾ. പക്ഷേ ഈ പാറക്കെട്ടുകളിൽ ഇടിച്ച് തകരുന്ന ഒരു പിന്നെ കപ്പലുകളിലെയും ആളുകൾക്ക്, അല്ലെങ്കിൽ സഞ്ചാരികൾക്ക് യാതൊരു പരിക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജീവഹാനിയോ ഒന്നും സംഭവിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ രക്ഷപ്പെടുത്തിയത് ദേവിയുടെ ഒരു അനുഗ്രഹമാണ് എന്നാണ് ഇപ്പോഴും കന്യാകുമാരി ദേശക്കാരുടെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട അടഞ്ഞു പോകാനുള്ള കാരണം ഇതാണ്. കാരണം അങ്ങനെ ഇനിയും ദേവിയുടെ മുക്കുത്തിയുടെ തിളക്കം കണ്ട് മറ്റാർക്കും ഒരു അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടി ദേവി തന്നെ അത് തനിയെ അടച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്, വിശ്വസിക്കപ്പെടുന്നത്. അവിടേക്കുള്ള ഒരു ഐതിഹ്യമാണ്. അപ്പോൾ
അതിനുശേഷം ഈ കുമരീദേവി, അതായത് അവിടെ കന്യാകുമാരി, അതായത് കന്യകയായ കുമാരി എന്നാണല്ലോ കന്യാകുമാരി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ആ ദേവിയുടെ അങ്ങനെ കന്യകയായ ഒരു കുമരിയായി അവിടെ അധിവസിക്കുവാനുണ്ടായ കഥകൾ, അതായത് ശിവഭഗവാനുമായിട്ടുള്ള വിവാഹം, ആ വിവാഹം ബ്രഹ്മദേവൻ മുടക്കിയെന്നും, ബ്രഹ്മദേവൻ പൂവൻകോഴി, അതായത് കാലത്ത് ശിവഭഗവാൻ അവിടുന്ന് യാത്ര തിരിച്ചതാണ്, ശുചീന്ദ്രത്തു നിന്ന് യാത്ര തിരിച്ചതാണ്. അപ്പൊ തിരിച്ച സമയത്ത് ഈ ഒരു യാത്ര മുടങ്ങാനുണ്ടായ കാരണം, അതായത് ബ്രഹ്മദേവൻ പൂവൻകോഴിയെ കൊണ്ട് കോപിച്ചെന്നും അങ്ങനെ മുഹൂർത്തം കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട്, അതൊക്കെ ഒരു കഥയാണ്, ഐതിഹ്യമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ മുഹൂർത്തം കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഭഗവാൻ ആ യാത്ര മാറ്റിയെന്നും, അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ദേവി വളരെയധികം പിന്നെ കോപാകുലയായെന്നും താൻ വഞ്ചിതയായെന്ന് മനസ്സിലാക്കുകയും അത് പ്രകാരം അവിടുത്തെ മണൽത്തരികളൊക്കെ ഈ ദേവി വലിച്ചെറിഞ്ഞ അല്ലെങ്കിൽ തട്ടി എറിഞ്ഞ പിന്നെ ധാന്യങ്ങളാണ് അവിടുത്തെ മണൽത്തരികളായി മാറിയതെന്നും ആ മണൽത്തരികളുടെ ഭംഗിക്ക് കാരണം അതാണ് എന്നുമൊക്കെയാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുമരീദേവിയുടെ വളരെ വിശദമായ ഒരു കഥ അതിനകത്ത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ബാണാസുര നിഗ്രഹണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ അതിനകത്ത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പോയതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഓർമ്മ, നമ്മൾ ആ കുമരീദേവിയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ത്രിവേണി സംഗമത്തിന്റെ ഭാഗത്തേക്ക്, അതായത് ബലിതർപ്പണങ്ങളും കാര്യങ്ങളും ഒക്കെ, എനിക്ക് തോന്നുന്നത് പരശുരാമ സങ്കല്പത്തിൽ ബലിതർപ്പണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന മണ്ഡപം നമ്മൾ കണ്ടു. ആ മണ്ഡപത്തിൽ നിന്ന് നമ്മൾ ത്രിവേണി സംഗമം നന്നായിട്ട് കണ്ടു. കാരണം ആ മണ്ഡപത്തിന്റെ തൊട്ട് താഴെ തന്നെയാണ് ത്രിവേണി സംഗമം. സത്യത്തിൽ ഈ മണ്ഡപത്തിന്റെ അവിടെ ബലിതർപ്പണം നടത്തുന്ന ആളുകളൊക്കെ ഈ ത്രിവേണി സംഗമത്തിലാണ് സ്നാനം ചെയ്യുന്നത്. അവരൊക്കെ കുളിക്കുന്നത് ഈ ത്രിവേണി സംഗമത്തിലാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ത്രിവേണി സംഗമത്തിൽ നിന്ന് സംഗമത്തിന്റെ ശകലം അപ്പുറത്തായിട്ട് നല്ലൊരു ബീച്ചുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ബലികർത്താക്കൾക്കല്ലാതെ എല്ലാ ആളുകൾക്കും, സാധാരണക്കാരായ ആളുകൾക്കും ഒക്കെ ആ ബീച്ചിൽ ഇറങ്ങി കുളിക്കാനും രസിക്കാനും കളിച്ച് രസിക്കാനും ഒക്കെയുള്ള, കുട്ടികൾക്കൊക്കെ കളിച്ച് രസിക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ആ ബീച്ചിലുണ്ട്. വളരെ സുരക്ഷിതമാണ്, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, വളരെ സുരക്ഷിതമാണ്. പക്ഷെ കന്യാകുമാരി ബീച്ചിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അറിയാതെ തന്നെ ഇഷ്ടം പോലെ പാറക്കെട്ടുകൾ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ തിര വന്ന് നമ്മൾ ശരീരത്തിലടിച്ച് നമ്മൾ ഈ തിരയോടൊപ്പം തന്നെ കുറച്ചങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് നമ്മുടെ ദേഹം മുറിയെന്ന് പറഞ്ഞാൽ ആ പാറക്കെട്ടുകളൊക്കെ നല്ല നല്ല മൂർച്ചയുള്ള പാറക്കെട്ടുകളാണ്. അപ്പോൾ അവിടെ ഇറങ്ങി കുളിക്കുന്നവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം സ്കിപ്പായി നമ്മൾ തറയിൽ വീണു പോയാൽ ദേഹമൊക്കെ മുറിയാൽ, അത് വേറെ വലിയ അപകടങ്ങളൊന്നും സംഭവിക്കുമെന്നല്ല, പക്ഷേ ചതവുകളും മുറിവുകളും ഒക്കെ ചെറിയ രീതിയിൽ സംഭവിക്കാനുള്ള, ബ്ലേഡ് പോലിരിക്കുകയാണ്, സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഈ പാറയുടെ ആ ഇതൊക്കെ എന്ന് പറയുന്നത് നല്ല മൂർച്ചകളുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ ദേഹം മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബീച്ചിൽ ഇറങ്ങി കുളിക്കുന്നവർ കുറച്ചൊന്ന് സൂക്ഷിക്കുക, ദേഹം മുറിയാതെ സൂക്ഷിക്കുക, പരിക്ക് പറ്റാതെ സൂക്ഷിക്കുക. പിന്നീട് നമ്മൾ അവിടുന്ന് ഒരു പിന്നെ വട്ടമൊക്കെ കറങ്ങി, അവിടെ കുറച്ച് കുട്ടികളൊക്കെ കാറിലൊക്കെ കളിക്കുന്നതൊക്കെ കണ്ടു ഇല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതുവഴി വന്നിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയൊക്കെ നടന്ന് വന്ന് നമ്മൾ അടുത്തത് പോയത് ഗാന്ധി സ്മാരകത്തിലേക്കാണ്. ഗാന്ധി സ്മാരകത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്നതിന് മുമ്പായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ഗാന്ധി സ്മാരകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗാന്ധി സ്മാരകത്തിൽ കയറുന്നവർക്ക് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, ചെരുപ്പിട്ടുണ്ട്, അവിടെ പ്രവേശനമില്ല. പക്ഷേ വളരെ വലിയ ഒരു അനുഭവ സമ്പത്ത് ആ ഗാന്ധി സ്മാരകത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ജീവിതവും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നതായ, നമ്മുടെ അഭിമാനപൂരകങ്ങളായിരുന്നതായ മറ്റു പല മഹാന്മാരുടെയും ചരിത്രങ്ങൾ, മഹാത്മാഗാന്ധിയോട് അനുബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത് വലിയൊരു അനുഭവമാണ്. കാരണം വിദ്യാർത്ഥികളായിട്ടൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും, കുട്ടികൾ, അതായത് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും ഗാന്ധി സ്മാരകം 100% സന്ദർശിച്ചിരിക്കണം. കാരണം അത്രത്തോളം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് അറിയുവാനും ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കൂടി ദേശ സ്നേഹത്തിലേക്കുള്ള അവബോധം ഉണരുവാനുമൊക്കെ ആ ഗാന്ധി സ്മാരകം നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ്.
പിന്നീടുള്ളതെന്ന് പറയുന്നത് നമ്മൾ നേരെ പോയത് ഗാന്ധി സ്മാരകത്തിൽ പോയതിനു ശേഷമായിട്ട് നമ്മൾ പിന്നീട് പോയതെന്ന് പറയുന്നത് ശരിക്കും എവിടെയാണ്? ലൈറ്റ് ഹൗസിലേക്കാണ്. അപ്പോൾ ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ശരിക്കും ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതാണെങ്കിലും അതൊരു പ്രൈവറ്റ് പാർട്ടിയെ അതിൻ്റെ ഇത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ അവരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, സർക്കാരിൻ്റെ അധീനതയിലാണെങ്കിൽ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് കാണാനുള്ള കാഴ്ച തന്നെയാണ്. കാരണം അവിടുന്ന് ലിഫ്റ്റ് വഴി നമ്മൾ മുകളിൽ ചെല്ലുന്നു. മുകളിൽ ചെന്നതിന് ശേഷം ചുറ്റിനുമുള്ള കന്യാകുമാരിയിലെ കാഴ്ചകൾ, വർണ്ണ വിസ്മയങ്ങൾ നമുക്ക് ഒരൊറ്റ ഫ്രെയിമിൽ അവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. അതൊരു വലിയ അനുഭവമാണ്. കാരണം നല്ല ഹൈറ്റിലായിരുന്നത്. എനിക്ക് തോന്നുന്നു 12 നില പോലെ, 12 നില ഉയരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ലൈറ്റ് ഹൗസിൽ നമ്മൾ ലിഫ്റ്റിൽ പോയി അതിന് ചുറ്റിനുമുള്ള കാഴ്ചകളൊക്കെ കണ്ടു. കന്യാകുമാരിയുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം നമുക്കൊരൊറ്റ ഫ്രെയിമിൽ കാണാനായിട്ട് സാധിച്ചു. അത് വളരെ രസകരമായിരുന്നു. പിന്നീട് നമ്മൾ അതേപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ ലൈറ്റ് ഹൗസും വാച്ച് ടവറും രണ്ടാണ്. ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ശരിക്കും അത് പ്രൈവറ്റ് പാർട്ടിയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ വാച്ച് ടവർ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സ്വന്തം അധീനതയിലുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ലൈറ്റ് ഹൗസിൽ പോയതിന് ശേഷം നേരെ പോയത് വാച്ച് ടവറിലേക്കാണ്. ഈ വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന് അല്ലെങ്കിൽ കടലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ വാച്ച് ടവർ എന്ന് പറയുന്നത്. കടലിനോട് ചേർന്ന് തന്നെ അല്ലെങ്കിൽ കടലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറക്കെട്ടിന് മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാച്ച് ടവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈറ്റ് ഹൗസ് അങ്ങനെയല്ല. ലൈറ്റ് ഹൗസ് നമ്മൾ ഈ സൺസെറ്റ് പോയിന്റിലോട്ട് പോകുന്ന സമയത്ത്, സൺസെറ്റ് പോയിന്റിലോട്ട് പോകുന്നതിന് അങ്ങോട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പോകുന്ന വഴിക്കൊരു 700-800 മീറ്റർ പോയാൽ മതി. ഈ സൺറൈസ് പോയിന്റിൽ നിന്ന് ഒരു 700 മീറ്റർ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഈ ലൈറ്റ് ഹൗസ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഗാന്ധി സ്മാരകത്തിൻ്റെ അവിടുന്ന് ഒരു 700 മീറ്റർ പോകുമ്പോഴാണ് വാച്ച് ടവർ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഗാന്ധി സ്മാരകം കഴിഞ്ഞ് വാച്ച് ടവറിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ പാർക്ക് പോലെ ഒരു സംഭവമുണ്ട്. അത് നമ്മൾ കണ്ടായിരുന്നു. ആ പാർക്കിൽ കുതിരസവാരി, അതേപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമുകൾ, അങ്ങനെ കുറേ പരിപാടികൾ. അത് കഴിഞ്ഞിട്ട് കടലിനോട് അഭിമുഖമായിട്ട് തന്നെ കുറേ ബെഞ്ചുകൾ, കമ്പി കൊണ്ടും തടി കൊണ്ടും ഒക്കെ ഉള്ള ബെഞ്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും വളരെ രസകരമായ ഒരു അനുഭവമാണ്. കാരണം ആ ബെഞ്ചിൻ്റെ ഒക്കെ പുറത്തിരുന്ന് ഈ കടലിലോട്ട് നോക്കിയിരിക്കുക, ആ കടലിലെ കാഴ്ചകൾ കാണുക, സൂര്യോദയം കഴിയുന്നതിന് ശേഷമായാലും സൂര്യനെ കാണുക എന്നൊക്കെ പറയുന്നത് ആകാശത്തിൻ്റെയും കടലിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്ന ചില കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ അതും നല്ല സുന്ദരമായ ഒരു സ്ഥലമാണ്. ആ ഒരു പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പാർക്കൊക്കെ കണ്ടു. ആ പാർക്ക് കണ്ടതിന് ശേഷമാണ് നമ്മൾ വാച്ച് ടവറിലോട്ട് പോയത്. അപ്പോൾ ഈ വാച്ച് ടവർ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ അവിടെ ഈ ലിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ആ വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റൗണ്ടിൽ കയറുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കടലിൻ്റെ കാഴ്ചകൾ, അതോടൊപ്പം തന്നെ കന്യാകുമാരിയുടെ ചുറ്റുപ്രദേശങ്ങളെ കുറിച്ചുള്ള കാഴ്ചകൾ, ഇതൊക്കെ വളരെ ഗംഭീരമായ കാഴ്ചയാണ് നമുക്ക് അവിടെ തരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിവേകാനന്ദപ്പാറ, തിരുവള്ളുവർ പ്രതിമ, ഇതൊക്കെ കാണാനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും ടിക്കറ്റിന് യാതൊരു ക്യൂ ഇല്ല. അതേസമയം നമ്മൾ രാവിലെ ഒരു 6 മണി സമയത്തൊക്കെ നമ്മൾ പോയി ക്യൂ നിന്നിരുന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ക്യൂ ആണ്. ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 5 മണി 5:30 മണി തൊട്ട് അവിടെ ഈ ടിക്കറ്റിന് വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കും. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ മനസ്സിലെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ആദ്യം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ വിവേകാനന്ദപ്പാറയിൽ ചെന്ന് വെയിലും ഒന്നും കൊള്ളാതെ നമുക്ക് തിരിച്ചു വരാം എന്നുള്ള ഒരു ധാരണയാണ്. പക്ഷേ അത് എനിക്കത്ര സ്യൂട്ടബിളായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം സ്യൂട്ടബിൾ ആകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചിന്തിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ അവിടെ ചെന്ന് ഏകദേശം ഒരു 2-3 മണിക്കൂർ ക്യൂ നിന്ന് ഈ ടിക്കറ്റും എടുത്ത് വിവേകാനന്ദപ്പാറ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ നമുക്ക് പോയി കിട്ടും. അതേസമയം ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 9 മണി 9:30 10 മണി, അപ്പോൾ ഈ ടൈമിനുള്ളിലായിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യൂ ഇല്ല. നമ്മൾ നേരെ ചെല്ലുക, ഡയറക്റ്റ് ചെല്ലുക, നടന്നു ചെന്നു, ടിക്കറ്റ് എടുത്തു, നേരെ ചെന്ന് ബോട്ടിൽ കയറാം. അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് കയറാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇത് നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ എന്നുള്ള ഒറ്റ കാരണത്തിന് വേണ്ടിയിട്ട് ഇത്രയും മണിക്കൂറുകൾ നമ്മുടെ അത് വെറുതെ വേസ്റ്റ് ആക്കി. അപ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പം
അതൊരു എനിക്ക് തോന്നുന്ന ഒരു നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു സജഷനായിട്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ്. കാരണം നമ്മൾ കന്യാകുമാരി പോകുന്നുണ്ടെങ്കിൽ വെളുപ്പിനെ ചെന്ന് ക്യൂ നിൽക്കാതെ ഉദയവും കണ്ട് ബാക്കി കുറേ കാഴ്ചകളും കൂടെ കണ്ടിട്ട് ഒരു 9 മണി 9:30 മണി സമയത്ത് നമ്മൾ ചെന്ന് നിന്നാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് വിവേകാനന്ദ പാറയ്ക്ക് പോകാനായിട്ട് പറ്റും, അധികം ക്യൂ ഒന്നുമില്ലാതെ. പിന്നെ ഒരു കാര്യമുണ്ട്, നല്ല വെയിലായിരിക്കും. ഈ 9:30ക്ക് നമ്മൾ വിവേകാനന്ദ പാറയിൽ 9:30ക്ക്, അതായത് 9 മണിക്ക് ചെന്നാലും ഒരു 9:30 ഒക്കെ ആകും നമ്മൾ വിവേകാനന്ദ പാറയിൽ എത്താനായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഇനി വേറൊരു കാര്യങ്ങൾ, വെയിലാണെന്ന് കരുതി നമുക്ക് കുടയൊന്നും പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല. കാരണം നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുട ബുദ്ധിമുട്ടാണ്. കുടയൊക്കെ ഒടിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നേരെ മേപ്പോട്ടൊക്കെ പോയി ഒരു വഴിയാവും. അതൊന്നും നടക്കത്തില്ല, കുടപിടിപ്പൊന്നും നടക്കത്തില്ല. പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ സൺസ്ക്രീൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് പരട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. കുട പിടിക്കാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ വിവേകാനന്ദ പാറയൊക്കെ കണ്ടു, ശ്രീപാദ മണ്ഡപം കണ്ടു, ദേവിയുടെ പാദുകങ്ങൾ ഇരിക്കുന്ന ശ്രീപാദ മണ്ഡപം. അതായത് അവിടെ അതിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നു ആ ഒരു ഐതിഹ്യം ഞാൻ ആ ഒരു എപ്പിസോഡിൽ മറന്നുപോയെന്ന് തോന്നുന്നു, വിട്ടുപോയി, അത് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അതായത് ദേവി ശിവഭഗവാനെ സ്മരിച്ചുകൊണ്ട്, അതായത് ഭഗവാനുമായിട്ടുള്ള വിവാഹം നടക്കില്ല എന്ന് ബോധ്യമായതിനു ശേഷം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ച, ശിവഭഗവാനെ തപസ്സനുഷ്ഠിച്ച ഒരു സ്ഥലമാണ് അതെന്നൊരു ഐതിഹ്യമുണ്ട്. പിന്നെ വിവേകാനന്ദ സ്വാമിയുടെ ചരിത്ര കഥകളും കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് ഞാൻ അവിടെ പറഞ്ഞു. പക്ഷേ ഈ ശ്രീപാദ മണ്ഡപത്തിൻ്റെ കാര്യം ഞാൻ അവിടെ വിട്ടുപോയി. കാരണം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇത് മറന്നുപോയതാണ്. കാരണം ശ്രീപാദ മണ്ഡപം ഞാനത് കാണിക്കുന്നുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത്ര എനിക്ക് അത്ര ബുദ്ധി പോയില്ല, അതാണ്. അപ്പോൾ ശ്രീപാദ മണ്ഡപത്തിൻ്റെ കഥകളൊക്കെ ഇങ്ങനെയാണ്. അതായത് പാർവതി ദേവി അല്ലെങ്കിൽ കുമരീ ദേവി ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹം നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ച ഒരു സ്ഥലമാണ്. പിന്നീട് നമ്മൾ തിരുവള്ളുവർ പ്രതിമ അവിടെ നിന്ന് തന്നെ കാണാം. ഞാൻ പിന്നെ മുമ്പ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തിരുവള്ളുവർ പ്രതിമയിൽ നേരത്തെ ആളെയൊക്കെ വിടുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഇടക്കാലത്ത് പോയപ്പോൾ അവിടെ പോയിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇപ്പോൾ അവിടെ തിരുവള്ളുവർ പ്രതിമയുടെ ഭാഗത്തോട്ട് അധികം ആളെ നല്ല ആൾക്കാർ പോകുന്നില്ല, ആരെയും വിടുന്നില്ല. അപ്പോൾ അങ്ങനെ തിരുവള്ളുവർ പ്രതിമയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളവിടെ കണ്ട വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് അവിടുത്തെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് വഴികളും അതേപോലെ ഈ പാറയ്ക്ക് ചുറ്റിനുമുള്ള കെട്ടുകളും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഭാഗ്യവശാൽ നമുക്ക് കാണാൻ പറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടില്ലേ, ഒരു ക്രെയിനിൽ ഈ കോൺക്രീറ്റ് കട്ടകൾ കൊണ്ടുവന്ന് കടലിൽ ഇങ്ങനെ അടുക്കി പൊക്കി അവിടെ കെട്ടുന്നു. അവിടെ ഒരു എഞ്ചിനീയറുമായിട്ടൊക്കെ നമ്മൾ എഞ്ചിനീയർ നിന്നത് വർക്കൊക്കെ നടത്തുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അതൊക്കെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു, എനിക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വിവേകാനന്ദ പാറയിൽ വന്നതിന് ശേഷമായിട്ട് നമ്മൾ പോയത് ഇവിടെയാണ്, ഗുഗണാധീശ്വർ ക്ഷേത്രം കാണാനായിട്ട് പോയി. അപ്പോൾ ഗുഗണാധീശ്വർ ക്ഷേത്രമൊക്കെ കണ്ടു. ഗുഗണാധീശ്വർ ക്ഷേത്രം അതൊരു ശിവക്ഷേത്രമാണ്, വളരെ പുരാതനമായ ഒരു ശിവക്ഷേത്രം. അതേപോലെ അതിനുള്ളിൽ തന്നെ ഗോശാലയുണ്ട്. അത് വളരെ എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് ഈ ഒരു കന്യാകുമാരിയിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. കന്യാകുമാരിയിൽ പോയിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ ഇതുവരെ ഈ ഗുഗണാധീശ്വർ ക്ഷേത്രത്തിൽ സന്ദർശിച്ചിട്ടില്ല. അതെനിക്കൊരു ഭയങ്കര അത്ഭുതമായ കാഴ്ചയായിരുന്നു, ഗുഗണാധീശ്വർ ക്ഷേത്രം. പിന്നീട് ഈ കന്യാകുമാരി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ളിൽ ഉള്ള മറ്റൊരു സ്ഥലമാണ് ജൈന ടെമ്പിൾ. അപ്പോൾ അതും മഹാവീരേശ്വർ ജൈന ടെമ്പിൾ, അതും ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. അതൊരു ചരിത്രവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു പൗരാണികമായി ബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എന്നാലും അതൊരു ജൈനക്ഷേത്രം, പുതിയതായി നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. അധികം കാലമായിട്ടില്ല അത് നിർമ്മിച്ചിട്ട്. പക്ഷേ അതിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. കംപ്ലീറ്റ് മാർബിളിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് മാർബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതും മാർബിളിൽ, ക്ഷേത്രത്തിലെ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നതും മാർബിളിൽ. അതുകൂടാതെ തന്നെ ഈ ജൈന വിശ്വാസവുമായി ബന്ധപ്പെട്ട അവരുപയോഗിക്കുന്നതായ ചില വിശറി, ചില രൂപങ്ങൾ, തൊപ്പികൾ, രഥങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ രഥങ്ങൾ, നമ്മൾ ഈ ചിലയിടത്ത് കാണുന്ന വലിയ വലിയ രഥങ്ങളല്ല ചില ക്ഷേത്രങ്ങളിൽ കാണുന്നത്, ചെറിയ ചെറിയ രഥങ്ങൾ, അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകൾ അവിടെ കാണാനായിട്ട് സാധിച്ചു. പിന്നീട് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇതാണ് മ്യൂസിയം, ഗവൺമെൻറ് മ്യൂസിയം. തിരുവിതാംകൂർ
ആയിരുന്ന കാലത്ത്, അതായത് തിരുവിതാംകൂർ രാജ്യമായിരുന്ന കാലത്ത്, കേരളമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നതായ ക്ഷേത്രങ്ങളിലൊക്കെ പുനഃപ്രതിഷ്ഠകൾ അല്ലെങ്കിൽ പിന്നെ പുനർനിർമ്മാണങ്ങൾ ഇതൊക്കെ നടന്ന സമയത്ത് അവിടുത്തെയൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നും അതുകൂടാതെ തന്നെ രാജകൊട്ടാരങ്ങളിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന പുരാതനമായ ധാരാളം സാധനങ്ങൾ അല്ലെങ്കിൽ പൗരാണികമായ ശേഖരങ്ങൾ അവിടെയുണ്ട്. അതൊരു ഭയങ്കര അത്ഭുതമായ കാഴ്ചയായിരുന്നു. സത്യത്തിൽ അതൊരു ഭയങ്കര അസറ്റായിട്ട് തോന്നി എനിക്ക്. അത് ഒരു ഭയങ്കര സംഭവം, അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ഷൂട്ട് ചെയ്യുന്നതിന് നമ്മൾ, അതായത് ഒരാൾക്ക് അവിടെ കയറുന്നതിന് 5 രൂപയേ ഉള്ളൂ. പക്ഷെ നമ്മളവിടെ ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ അത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുക്കണം. എനിക്ക് തോന്നുന്നു 20 രൂപയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അവർ അങ്ങനെ 20 രൂപയ്ക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവർ ഫോറിൻ പാസ്സാണ് അലൗ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോറിനേഴ്സിന് അവിടെ വരുന്നതിന് 100 രൂപയാണ്. അപ്പം നമ്മൾ 100 രൂപയും പ്ലസ് 5 രൂപ ഒരാളുടെ ചാർജ്. അപ്പം 105 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കയറി ഞാൻ അത് മൊത്തം ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് നമ്മൾ അവിടുന്ന് അതിനുശേഷമായിട്ട് ശരിക്കും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഗോപുരം, അതായത് ഈ കന്യാകുമാരിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കയറുന്ന സ്ഥലം, അവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് കൂടാതെ ഒരു സംഗതിയും കൂടെ ഉണ്ട് കേട്ടോ. വിവേകാനന്ദ കേന്ദ്ര, അത് ഒരു സംഗതിയാണ്. വിവേകാനന്ദ കേന്ദ്ര അതൊരു ആശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളിലോട്ട് ആശ്രമമുണ്ട്. അതുകൂടാതെ പുറത്ത് തന്നെ അതിൻ്റെ ഒരു വലിയ മ്യൂസിയം, അതേപോലെ അങ്ങോട്ട് കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ വിവേകാനന്ദ സ്വാമികളുടെ പലതരത്തിലുള്ളതായ വചനങ്ങൾ. അപ്പം അതൊരു വളരെ വിസ്മയമായ കാഴ്ചയാണ്. ഇതുകൂടാതെ അതിനുള്ളിലുള്ള ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തോട് അനുബന്ധമായി തന്നെ നിലനിൽക്കുന്ന ഒരു മ്യൂസിയം, ആ ഒരു മ്യൂസിയമാണ് എന്നെ വല്ലാതെ ആകർഷിച്ചത്. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണീയത അതാണ്. പക്ഷെ അത് ക്യാമറ അവിടെ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഭഗവത്ഗീതയുമായിട്ട് ബന്ധപ്പെട്ടതും രാമായണവുമായിട്ട് ബന്ധപ്പെട്ടതുമായ ധാരാളം ചിത്രങ്ങളും ആ ചിത്രങ്ങളോടൊപ്പം തന്നെ അവിടെ അതിൽ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ്. അതിൻ്റെ കഥകളെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഓരോ ചിത്രങ്ങളും കാണിച്ചിട്ട് അതിൻ്റെ താഴെ കഥകളുമൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഇപ്പം പറയുന്നത് പോലെ അല്ല അത് ചെന്ന് കാണുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് കന്യാകുമാരിയിൽ പോകുന്നവർ 100% ഈ വിവേകാനന്ദ കേന്ദ്ര സന്ദർശിക്കണം. വിവേകാനന്ദ കേന്ദ്ര സന്ദർശിക്കുക മാത്രമല്ല ഈ മ്യൂസിയത്തിൽ പ്രവേശിക്കുകയും വേണം. എനിക്ക് തോന്നുന്നത് 10 രൂപയോ 20 രൂപയോ എന്തോ അങ്ങനെ ടിക്കറ്റ് ചാർജ് ഉള്ളൂ. പക്ഷേ അത് കയറി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത്രത്തോളം മനോഹരമായ കാഴ്ചകൾ ആ ആശ്രമത്തിലുണ്ട്. പിന്നെ ഉള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ, അതായത് ഈ വിവേകാനന്ദ ആശ്രമത്തിനകത്ത് വിവേകാനന്ദ കേന്ദ്രയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ധാരാളം ധാരാളം കാഴ്ചകൾ, പ്രകൃതിദത്തമായ ധാരാളം കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. അതുകൂടാതെ അതിനകത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. നല്ല ഹോട്ടലാണ് അത്. ഞാൻ മുമ്പും കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ പോയ സമയത്തും ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. നല്ല ഹോട്ടലാണ്. എനിക്ക് തോന്നുന്നു ചിത്ര എന്തോ ആണെന്ന് തോന്നുന്നു ആ ഹോട്ടലിൻ്റെ പേര്. അതും വളരെ ഒരു അനുഭവമായിരുന്നു. പിന്നീട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് അവിടെ അടുത്ത് തന്നെ, അതായത് ഈ വിവേകാനന്ദ കേന്ദ്രയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഉള്ള ഒരു ക്ഷേത്രത്തിൽ ഞാൻ ആദ്യം പ്രവേശിക്കാൻ നോക്കി. പക്ഷേ അവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ രണ്ടാമത് ഞാൻ അവിടെ പ്രവേശിച്ചു. ആ കുളം ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. അതിനകത്തെ ഭംഗിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഷൂട്ട് അലൗഡ് അല്ല, അതൊരു ആചാര ലംഘനമാണ്. അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിലും നമ്മൾ അകത്ത് കയറി ഷൂട്ട് ചെയ്യാറില്ല. പിന്നെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഇത്രയുമാണ് നമുക്ക് ശരിക്കും ആ കന്യാകുമാരി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉള്ളിലുള്ളത്. ആ ഗോപുരമുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കന്യാകുമാരി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ ഒരു വലിയ ഗോപുരമുണ്ട്. അപ്പോൾ ആ ഗോപുരത്തിനുള്ളിലുള്ളത് ഇത്രയും സംഗതികളാണ്. അതിനുശേഷം ഈ ഗോപുരത്തിന് വെളിയിലുള്ളതെന്ന് പറയുന്നത് ഷൂട്ട് ചെയ്തത് പ്രധാനമായിട്ടും ഈ നമ്മുടെ തിരുപ്പതി ക്ഷേത്രമാണ്. അതായത് പുതുതിരുപ്പതി എന്ന് പറയും. പുതിയതായിട്ട് കന്യാകുമാരിയിൽ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അണ്ടറിൽ തന്നെ സ്ഥാപിച്ചതായ പുതിയൊരു തിരുപ്പതി ക്ഷേത്രമാണ്. അതും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. തിരുപ്പതി ഭഗവാന്റെ പ്രതിഷ്ഠകളും കാര്യങ്ങളും ഒക്കെ, അതുകൂടാതെ പുറത്തുള്ള കാഴ്ചകൾ, അത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാൽ നമുക്ക് ഈ വിവേകാനന്ദ വിവേകാനന്ദ പാറയും
പിന്നെ തിരുവള്ളുവർ പ്രതിമയും ഒക്കെ അവിടെ നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാന ഒരു കാര്യം, അവർ ലേഡി ഓഫ് റാൻസം ചർച്ച്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഇതിനുള്ളിലാണ്, ഏതാ പിന്നെ കന്യാകുമാരി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ളിലുള്ള വലിയൊരു കാര്യമാണ് അവർ ലേഡി ഓഫ് റാൻസം ചർച്ച്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. അവർ ലേഡി ഓഫ് റാൻസം ചർച്ചിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഇത് പിന്നെ നമുക്കവിടെ താമസിക്കാനും ഭക്ഷണത്തിനുമൊക്കെ ആയിട്ട് ഉള്ള ഒരു ആശ്രമത്തെക്കുറിച്ച് നമ്മൾ ഷൂട്ട് ചെയ്തു. ഭാരത് സേവാശ്രം സംഘ് എന്ന് പറയുന്ന ഒരു ആശ്രമത്തെക്കുറിച്ച് നമ്മൾ ഷൂട്ട് ചെയ്തു. ആശ്രമത്തിലെ സ്വാമിമാരുമായിട്ടൊക്കെ നമ്മൾ കുറച്ച് സംഭാഷണങ്ങളിലൊക്കെ ഏർപ്പെട്ടു, കുശല സംഭാഷണങ്ങളൊക്കെ ഏർപ്പെട്ടു. പിന്നീട് നമ്മൾ അത്രയൊക്കെയാണ് നമ്മുടെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ളിലുള്ളത്. പിന്നെ തിരുപ്പതി ക്ഷേത്രം, ആ തിരുപ്പതി ക്ഷേത്രം, പിന്നെ ഒരു കാര്യമുണ്ട്, കന്യാകുമാരിയിലെ തിരുപ്പതി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മുത്തനിനാർപ്പതി എന്നുള്ള ക്ഷേത്രവും. മുത്തനിനാർപ്പതി എന്ന് പറയുന്നത് ശ്രീ അയ്യ വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് മുട്ടപ്പതി എന്ന് പറയുന്ന ഒരു ക്ഷേത്രവും. അപ്പൊ അതൊക്കെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അവിടെ കടലിനോട് ചേർന്ന് തന്നെയാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. മുട്ടപ്പതി, മുത്തനിനാർപ്പതി, അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയതെന്ന് പറയുന്നത് ഒരു അതെ, അത്രയൊക്കെയാണ് ആ ഭാഗത്ത് നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ എക്കോ പാർക്ക്, അതിമനോഹരമായ 480 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന എക്കോ പാർക്ക്, അത് ഒരു വളരെ വിസ്മയമായ കാഴ്ചയായിരുന്നു. അതിനകത്ത് കയറുക എന്ന് പറയുന്നതും അവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പദ്ധതികളെ കുറിച്ച് അറിയുക എന്ന് പറയുന്നതുമൊക്കെ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും ഈ കൃഷിയെ പറ്റിയൊക്കെ കൂടുതൽ PhD ഒക്കെ ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ വളരെ ആകർഷകമായ ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ സന്ദർശിച്ച സ്ഥലങ്ങളെന്ന് പറയുന്നത്, പിന്നീട് നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ നിന്നൊക്കെ മാറി, അതായത് ഈ പറയുന്ന ഡെസ്റ്റിനേഷനുകളിൽ നിന്നൊക്കെ മാറി ഈ കന്യാകുമാരി ടൂറിസ്റ്റ് കേന്ദ്രം അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ മാറിയുള്ള പിന്നെ ഏതാ സ്വാമിത്തോപ്പ്, അതേപോലെ പഞ്ചലിംഗേശ്വര ക്ഷേത്രം, അതേപോലെ പിന്നെ സൗത്ത് കുണ്ടൽ ശ്രീ അയ്യാക്കോവില്, മുത്തനിനാർപ്പതി, പിന്നെ ശ്രീ മയന സുടലൈ സ്വാമി ക്ഷേത്രം, പിന്നെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ളത് വട്ടക്കോട്ട. വട്ടക്കോട്ട എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള കോട്ട, അതൊരു പ്രതിരോധ കോട്ടയായിട്ട് ഉപയോഗിച്ചിരുന്ന വട്ടക്കോട്ട. പിന്നെ ഉള്ളത് ഏതാണ്, നമ്മുടെ മരുത്വാമല, മരുന്നു വാഴുന്ന മല. അത് വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. വളരെ ഹൃദ്യമായ അനുഭവവേദ്യമായ ഒരു കാഴ്ചയായിരുന്നു. കാരണം ഞാൻ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളൂടെ അന്ന് കാണാൻ പറ്റി. ഞാനൊരു 3-4 പ്രാവശ്യം ഈ മരുത്വാമല കയറിയിട്ടുണ്ട്, മരുന്നു വാഴുന്ന മല. അവിടെ ഒരു കക്ഷി പറഞ്ഞത് ഇതിനെ മരുത്വാമല എന്ന് വിളിക്കാൻ പാടില്ല, മരുന്നു വാഴും മല എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അതങ്ങനെ തന്നെയാണ്, മരുന്നു വാഴുന്ന മലയാണ് ശരിക്കും. ഞാൻ പറഞ്ഞിട്ട് ആ മല ശരിക്കും പറയാം മാസത്തിൽ ഒരു തവണയെങ്കിലും പോയി കയറിയാൽ കുറേ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സർസൈസും ആകും. അതുകൂടാതെ തന്നെ ആയുർവേദത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അല്ലെങ്കിൽ സിദ്ധവൈദ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ കാറ്റ് അല്ലെങ്കിൽ വായു നമുക്ക് ശ്വസിക്കുകയും ചെയ്യാം. അങ്ങനെ വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ അവസാനമായിട്ട് നമ്മൾ പോയത് ശുചീന്ദ്രം. അപ്പോൾ ശുചീന്ദ്രം യാത്രയോടുകൂടി നമ്മുടെ ട്രിപ്പ് നമ്മൾ തൽക്കാലം 2 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഒരുപാട്, അതായത് കന്യാകുമാരി തന്നെ പിന്നെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലാതെ കന്യാകുമാരി ജില്ല നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല സത്യത്തിൽ. കന്യാകുമാരി ജില്ല തുടങ്ങുമ്പോഴത്തേനും ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത യാത്രകൾ അങ്ങോട്ടേക്കാകാം. അപ്പോൾ അതെന്തായാലും ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്രകൾ തുടരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.